وإليك المصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. ബഹുമാന്യരായ തങ്ങളവർകൾ, സലാം ബാക്കി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാന്യരായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ് അവർകൾ, ഇവിടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ ഉലമാക്കൾ, സയ്യിദന്മാർ, ഉമറാക്കൾ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, ദുബൈ സുന്നി സെന്ററിന്റെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സമസ്തയുടെ വിവിധ കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ, ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി കേരളത്തിൽ ആധികാരിക മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഹ്വാനം ചെയ്ത അതിവിപുലമായ വളരെ ബൃഹത്തായ ഒരു മഹാ ശരീഅത്ത് സംരക്ഷണ സംഗമം നടക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മഹാന്മാരായ നേതാക്കന്മാരുടെ വിളിക്കുത്തരം നൽകി ഇവിടെ എത്തിച്ചേർന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റെ സംരക്ഷണത്തിന് പ്രതിജ്ഞയെടുത്ത ബഹുമാന്യരായ പ്രവർത്തകന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഇവിടെ ഒരുമിച്ചുകൂടാൻ സാധിച്ചിരിക്കുകയാണ്. അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വളരെ ആവേശകരമായി 1980കളിലൂടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം കടന്നുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഇന്ത്യയിൽ പ്രമുഖരായ പണ്ഡിതന്മാർ, അതും ഉത്തരേന്ത്യയിലെ നിന്ന് ജ്വലിച്ചുയർന്ന് ലോകത്തോളം മറന്ന അലിമിയാനെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിൽ സുസംഘടിതമായ ഒരു മുസ്ലിം ജമാഅത്തുണ്ടായതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക മതപണ്ഡിത സഭയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഒരു ശരീഅത്ത് സംരക്ഷണത്തിന്റെ വിളംബരം നടക്കേണ്ടത് എന്ന ബോധ്യത്തോടുകൂടി ഡൽഹിയെ പ്രകമ്പനം കൊള്ളിക്കുമാർ ഷംസുൽ ഉലമയുടെ നബർ അല്ലാഹു മർക്കദ, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബർ അല്ലാഹു മർക്കദ, മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ, അവരുടെ നേതൃത്വത്തിൽ ശരീഅത്തിന്റെ സംരക്ഷണാർത്ഥം 1980കളിൽ നടന്ന ആ ഒരു മഹാസംഗമത്തിനു ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ 2016 വളരെ മാറിയ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വലിയ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 1980കളിൽ ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടക്കുമ്പോൾ അന്ന് സുപ്രീം കോടതിയുടെ ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയിലും സുപ്രീം കോടതിയുടെ ചില ഒബ്സർവേഷനും ഇസ്ലാമിക മുസ്ലിം പേഴ്സണൽ ലോയെ ബാധിക്കുന്ന, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ചില ഒബ്സർവേഷനിലുമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം വളരെ പ്രധാനപ്പെട്ട ഒരു ശരീഅത്ത് സംരക്ഷണത്തിന് മുതിർന്നത്. അന്ന് ഇന്ത്യയിൽ 2 സീറ്റായിരുന്നു ബിജെപിക്കുണ്ടായിരുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ 2 സീറ്റായിരുന്നു ബിജെപിക്കുണ്ടായിരുന്നത്. ഇന്ന് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ ബിജെപി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മാറിയ, വളരെ വ്യത്യാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വലിയ ഒരു ശരീഅത്ത് സംരക്ഷണത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഇത് കേവലമായ ഒരു ആഹ്വാനമല്ല, കേവലമായ ഒരു റാലി എന്നത് മാത്രമല്ല സമസ്ത ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു റാലി നടത്തി വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യവുമല്ല, എന്നാൽ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യവുമല്ല. അതുകൊണ്ടാണ് പക്വമായ സമസ്തയുടെ നേതൃത്വം കൃത്യമായ ചില കാൽവെപ്പുകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുകയും അതിന്റെ ഒരു ടോക്കൺ എന്ന രീതിയിൽ മാത്രം ഒരു ബഹുജന സംഗമം, ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് നമ്മൾ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു വലിയ പ്രഭാഷണത്തിലേക്ക് മുതിരുന്നതിന് പകരം ചില കാര്യങ്ങൾ പറയുകയും സാധിക്കുമെങ്കിൽ ഒരു ചെറിയ സംശയ നിവാരണവും കൂടി ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. യൂണിഫോം സിവിൽ കോഡ് എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യ ഒരു യൂണിഫോം സിവിൽ കോഡിനെ, ഇതിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഇന്ത്യയിൽ നിയമവൃത്തങ്ങൾക്കിടയിൽ വളരെയധികം ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്നത്. യൂണിഫോം എന്നത് സിംഗിൾ സിവിൽ കോഡല്ല, ഏക സിവിൽ കോഡ് എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ ഒരു തെറ്റുണ്ട്. ഏകീകൃത സിവിൽ കോഡാണ്. യൂണിഫോം എന്നതിന് ഏകീകൃതം എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു സ്കൂളിൽ ആൺകുട്ടിക്ക് ഒരു യൂണിഫോം ആകാം, പെൺകുട്ടിക്ക് വേറെ യൂണിഫോം ആകാം. നമ്മൾ യൂണിഫോം എന്ന് പറയുന്നു, പക്ഷെ സിസ്റ്റം വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ പ്രമുഖരായ നിയമവിശാരദന്മാർ ഈ വിഷയത്തെ കാണുന്നത് മുസ്ലിം സമൂഹത്തിന് 1937 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ലണ്ടനോളം ചെന്ന ഒരു കേസിന് ആസ്പദമായി മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തവകാശം വകവെച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ, ഇന്ത്യയിൽ നിലനിന്ന നാട്ടുനിയമങ്ങൾ പ്രകാരം സ്വത്തവകാശം വകവെച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ പഞ്ചാബിലെ ഒരു മുസ്ലിം സ്ത്രീ കൊടുത്ത കേസ് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആസ്ഥാനം വരെ എത്തിയ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് 1937 മുസ്ലിം പേഴ്സണൽ ലോ നിലവിൽ വരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചരിത്രപരമായ ഒരു വസ്തുത ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സത്യത്തിൽ ഇത് മനസ്സിലാക്കണം. ഫേസ്ബുക്കിലും വാട്സപ്പിലും കുറച്ച് ആവേശകരമായ പോസ്റ്റുകളിട്ട് ബദർ യുദ്ധം നടത്തി പ്രതീതി സൃഷ്ടിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി മുസ്ലിം സമൂഹത്തെ വളരെ ക്രിയാത്മകമായ അത്തരം പ്രതികരണങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം ഈ മാറിയ കലുഷിതമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ ലോകത്ത് മുസ്ലിം സമൂഹം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊന്നുമല്ല. മുസ്ലിം സമൂഹം ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ പറയുന്നതിനപ്പുറം നമുക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുകൂടി ഉൾപ്പെടുത്താനാണ് താല്പര്യപ്പെടുന്നത്. ഇന്ത്യയിൽ മുഗൾ ഭരണാധികാരികൾ ബാക്കിവെച്ചതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ, ഏകീകൃതമായ ഒരു നിയമ സംവിധാനം നിലവിലുണ്ടായിരുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു ലീഗൽ സിസ്റ്റമാണ്. നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റമാണ്. അത് തുർക്കി സാമ്രാജ്യത്തിനുണ്ടായിരുന്നു, സഫവിദ് സാമ്രാജ്യത്തിനുണ്ടായിരുന്നു, മുഗൾ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. ഒരു കോഡിഫൈഡ് ചെയ്ത ലീഗൽ സിസ്റ്റം ഉണ്ടായിരുന്നു, നിയമവ്യവസ്ഥത ഉണ്ടായിരുന്നു. ഫതവ അലംഗിരിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പ്രോജക്ട് നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ്. കാരണം കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ സിവിൽ നിയമങ്ങൾ, ട്രാൻസാക്ഷൻ, ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ 1860-ലും 1880-കളിലുമൊക്കെ നിയമപരിഷ്കാരങ്ങൾ നടത്തിയപ്പോ അത് തീർത്തും ഫതവ അലംഗിരിയും ഹനഫി ഫിഖുവും ബന്ധപ്പെട്ട് മുഗൾ ഭരണാധികാരികൾ ഔറംഗസീബ് അടക്കമുള്ള മുഗൾ ഭരണാധികാരികൾ കൊണ്ടുവന്ന നിയമപരിഷ്കരണങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇന്ത്യയിൽ സിവിൽ, ക്രിമിനൽ, കോൺട്രാക്ട് നിയമങ്ങൾ മുഴുവനും നിലവിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തുടർച്ച എന്നോണമാണ് ട്രാൻസാക്ഷൻസ് നിയമങ്ങൾ വന്നത്. 1937 ഈ മുസ്ലിം പേഴ്സണൽ ലോ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇതൊരു ചെറിയ ഒരൊറ്റ പാരഗ്രാഫ് മാത്രമാണ് മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. ചില വിഷയങ്ങളിൽ മാരേജ്, ഡൈവോഴ്സ്, ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ സക്സഷൻ, അതുപോലെ തന്നെ അഡോപ്ഷൻ തുടങ്ങി വിവാഹം, കുറച്ച് വിഷയങ്ങളിൽ 7 വിഷയം അതിന്റെ വിശദീകരണമായി വരുന്ന ഒരു 10 വിഷയങ്ങളിൽ ഇഫ് ബോത്ത് പാർട്ടീസ് ആർ മുസ്ലിംസ്, രണ്ട് വിഭാഗവും, കക്ഷിയും എതിർകക്ഷിയും വാദിയും പ്രതിയും മുസ്ലിംസ് ആണെങ്കിൽ നിയമം ഷാൽ ബി ഓൺ ബേസ്ഡ് ഓൺ ഇസ്ലാമിക് ശരിയ എന്നത് മാത്രമാണ്, എന്ന ഒരു ചെറിയ പാരഗ്രാഫ് മാത്രമാണ് ഈ സത്യത്തിൽ 1937 മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് ആക്ട് എന്ന് പറയപ്പെടുന്ന ഈ സംഗതിയിലുള്ളത്. അതിനുശേഷം അതിന് വിശദീകരിക്കപ്പെടാൻ ഇന്ത്യയിലെ കോടതി വളരെ വിശാലമായി ഒരുപാട് തരത്തിലുള്ള വിശദീകരണങ്ങളാണ് പലപ്പോഴും ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. മുല്ലയെ പോലെയുള്ള ചില പുസ്തകങ്ങൾ അതിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ അകത്തു തന്നെ വളരെ ഇന്റേണലി അകത്തു നിന്ന് വളരെ പ്രധാനമായി ഇതിന്റെ ഒരു റിഫോർമേഷൻ മാറ്റിയെഴുതലല്ല, ശരിയായ ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർ ഒന്നിച്ചു ചേർന്ന് മുസ്ലിം പേഴ്സണൽ ലോയെ കൃത്യമായി കോഡിഫിക്കേഷൻ നടത്തപ്പെടണം. അത് ബേസ് ചെയ്തിട്ടാകണം കോടതികൾ വിധിവിലക്കുകൾ നടത്തേണ്ടത് എന്ന ഒരു ഭാഗം മുസ്ലിം ലോയേഴ്സ്, അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം പല കോടതികൾ പല വിഷയങ്ങളിൽ, ഇപ്പോ ഏറ്റവും അടുത്ത് 2002
ഷമീമാര കേസിൽ കോടതി വിധി പറഞ്ഞപ്പോ ഇന്ന് നമ്മൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഷബാന ബാനുവിയുടെ വിഷയത്തിൽ ഷാബാനുവിൽ നിന്ന് ഷബാന ബാനുവിലേക്ക് എത്തുമ്പോ ഷബാന ബാനുവിന്റെ വിഷയത്തിൽ കൃത്യമായി നിയമം വന്നത് ഡൈവോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഡൈവോഴ്സ് ചെയ്യുന്ന ഒരു പുരുഷന് ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്യാൻ അധികാരമില്ല എന്ന് കോടതി വീക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്തതാണ് UP ഗവൺമെന്റും ഷമീമാര ഉള്ള കേസിൽ 2002 വിധി പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇന്ന് ശരീഅത്തിനെ കുറിച്ചുള്ള, ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ഇസ്ലാമിക ശരീഅത്തിനെ മുസ്ലിം പേഴ്സണൽ ലോയെ പ്രതിക്കൂട്ടിൽ വെച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു ഊഹാപോഹങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു പരിധിവരെ നമ്മുടെ ആവേശം, നമ്മുടെ വൈകാരികമായ പ്രകടനങ്ങൾ, എന്തിനും പ്രതികരിക്കുന്ന ഒരു സ്വഭാവം, ഇത് ഇത്തരം ഘട്ടങ്ങളിലേക്ക് വളരെ കൃത്യമായി ആസൂത്രിതമായി നടക്കുന്ന ഒരു സംഘത്തിന് നമ്മളെ ഇതിന് കരുവാക്കാൻ എളുപ്പമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഏകീകൃത സിവിൽ കോഡിലേക്ക് തിരിച്ചു വരാം. മുസ്ലിം സമൂഹത്തിനാണ് നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണമുള്ളത്. മുസ്ലിങ്ങൾക്ക് 1937 തന്നെ ഒരു സിവിൽ കോഡ് ഉണ്ട്. 1947 ഭരണഘടന സ്വാതന്ത്ര്യം വന്നതിനു ശേഷം, 50 ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം 1954 ഒരു സിവിൽ മാരേജസ് ആക്ട് കൊണ്ടുവന്നു. ആർക്കും അതുപയോഗിച്ചുകൊണ്ട് മാരേജസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് 1955-56 നീണ്ടുനിന്ന ഹിന്ദു കോഡ് ബിൽ വന്നു. 4 വിഷയങ്ങൾ, സക്സഷൻ, അതുപോലെ തന്നെ മാരേജ്, ഡൈവോഴ്സ്, ഒരുപാട് വിഷയങ്ങളിൽ 4 വിഷയങ്ങളിൽ 4 ബിൽ ഒന്നിച്ച് ഹിന്ദു കോഡ് ബിൽ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ പാഴ്സികളും സിഖുകാരും ജൈനരും ഹിന്ദുക്കളും അടക്കമുള്ള ഒരു വിഷയത്താണ്. അവർക്ക് 4 പേർക്കുമാണ് ഹിന്ദു കോഡ് ബിൽ. നാളെ ഇതുവരെ അതിന്റെ വ്യത്യസ്തമായ വിശദീകരണങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോ നിയമവിശാരദന്മാർ ഒന്ന് പറയുന്നത്, യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെടണം, അത് ഏകകമായിരിക്കണമെന്നല്ല. എന്തുകൊണ്ട് ഏകകമായിരിക്കണം എന്നല്ല, അത് ഇന്നത്തെ ലോകത്തെ മുഴുവൻ ഒരു അവസ്ഥകളിൽ നിന്ന് വിശദീകരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ലോകം ഇന്ന് പ്ലൂറലിസത്തിന് വേണ്ടി, റിലീജിയസ് പ്ലൂറലിസം, കൾച്ചറൽ പ്ലൂറലിസം, ഇന്ന് ലോകത്തിന്റെ മുഴുവനും ഒരു ഭാഗം അതാണ്. ഞാൻ ഓരോന്നും വിശദീകരിക്കാം. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സൊസൈറ്റിയുടെ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ, വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ജെൻഡർ ജസ്റ്റിസിന്റെ പേരിൽ, അതുപോലെ തന്നെ ഈ ഹോമോസെക്ഷലിറ്റിയുടെ ആളുകൾ, അത് ഒരു സ്ത്രീയല്ല പുരുഷനെയാണ് വിവാഹം കഴിക്കേണ്ടത്, സെക്ഷൽ ഡീവിയേഷൻ നടത്തിയ ആളുകളെ അങ്ങനെയല്ല കാണുന്നത്, അവർക്ക് സ്വതന്ത്രമായ അവകാശമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യയിൽ പോലും നിയമനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ വളരെ വ്യത്യസ്തമായ വീക്ഷണകോണുകളുള്ള, ജീവിത രീതികളുള്ള, ആചാര സ്വഭാവങ്ങളുള്ള ആളുകൾക്ക് അവരുടെ ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കണമെന്നാണ് ഇന്ന് ലോകത്തിന്റെ മതം. അതാണ് ലോകത്തിന്റെ വീക്ഷണം, അതാണ് ഡൈവേഴ്സിറ്റി അംഗീകരിക്കുക. മൾട്ടികൾച്ചറലിസം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റും US ഗവൺമെന്റും അതുപോലെ തന്നെ ലോകത്തെ മൊത്തം ഗവൺമെന്റുകൾ UN-ന്റെ കീഴിൽ തന്നെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, വ്യത്യസ്തമായ കൾച്ചറൽ സൊസൈറ്റിയുടെ വളരെ ആരോഗ്യകരമായ ഒരു നിലനിൽപ്പ് എങ്ങനെ എന്നതിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു വശം ഐഡന്റിറ്റി ക്രിയേഷൻ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഭാഗത്തിനും അവരുടേതായ രീതിയിൽ, ഇന്ത്യയിലെ സംവരണ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ മതി, ഓരോ വിഭാഗവും, ഈഴവർ, തീയർ, ഓരോ ചെറിയ ഇപ്പോ ഗുജറാത്തിൽ നടക്കുന്ന പട്ടേൽ കലാപങ്ങൾ, ഹരിയാനയിൽ നടക്കുന്ന ജാട്ടുകളുടെ കലാപങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഉപവിഭാഗങ്ങൾ ഓരോ പ്രദേശത്തും അവരുടേതായ തരത്തിലുള്ള ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വബോധങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാഷാപരമായ സ്വത്വബോധങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രൈബലിസ്റ്റുകൾ ഓരോ തലത്തിലും. അപ്പോൾ ലോകത്ത് വളരെ അസംഭവ്യമായ ഒരു സാധനത്തെയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന രീതിയിൽ ഇന്ത്യയിൽ ഈ BJP ഗവൺമെന്റ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരു പൊള്ളയായ വാദമാണ് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞു വന്നത്. അതിന്റെ ഒരു ഭാഗം തന്നെ ഹിന്ദു ഈ ഒരു മുസ്ലിം, അതിന്റെ രണ്ടാമത്തെ ഒരു വളരെ വലിയൊരു വാദം നിൽക്കുന്നത് സ്ത്രീകളുടെ ജെൻഡർ ഡിസ്പാരിറ്റീസിനെ, ലിംഗ നീതി കൊണ്ടുവരിക, ജെൻഡർ ജസ്റ്റിസ് കൊണ്ടുവരിക എന്നുള്ളൊരു ആശയമാണ്. മുത്തലാഖും അതുപോലെ തന്നെ ബഹുഭാര്യത്വവും മുന്നിലിട്ട് ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയത്തിന്റെ പേരിലാണ്. ഫ്ലവിയ ആഗ്നസിനെ പോലെ, അതേപോലെ തന്നെ നിവേദിത മേനോനെ പോലെയുള്ള, നിവേദിത മേനോൻ ഹിന്ദുവിൽ വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ലിബറേറ്റിംഗ് ഹിന്ദു വിമൻ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ജെൻഡർ ജസ്റ്റിസ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെങ്കിൽ, ഞാൻ പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതിയായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. വളരെ അസംഭവ്യമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചോദിച്ച പോലെ നമ്മൾ എന്നോ ചോദിക്കേണ്ടതാണ്, ബ്രിങ് എ ബ്ലൂ പ്രിന്റ്.
എന്താണ് ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരിക എന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഒരിക്കലും ഇന്ത്യയിൽ സാധ്യമല്ല എന്ന്, ഒരിക്കലും ഒരു ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പോലും സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. ഒരു നിയമജ്ഞരും അതിന് ഒരു തരത്തിലും ഇല്ല, ഒരു തരത്തിലും. നമ്മളത് ചോദിക്കാതിരിക്കുന്നത് ഇവിടെ കൾച്ചറൽ ഫാസിസം, ഇവിടെ ഹിന്ദുത്വ ഫാസിസം, ഇവിടെ തുണിയഴിച്ചാടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണ സാഹചര്യമായതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇതിന് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും ആ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇവരുടെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ സമീപനങ്ങളാണ് വരുന്നത്. അപ്പോ ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു കരട് നിയമം പോലും ഒരാളുടെ കയ്യിലുമില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു മനുഷ്യനും ഒരു ധാരണയുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഹിന്ദു സമൂഹത്തിൽ പോലും ഇത് കഴിയില്ല. ഹിന്ദു സമൂഹത്തിൽ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഒരു ബ്രാഹ്മണ സഹോദരന്റെ വിവാഹത്തിന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശാലമായ ഒരുപാട് ചടങ്ങുകളാണ് ഒരു ബ്രാഹ്മണന്റെ വിവാഹത്തിനുള്ളത്. അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ ഹിന്ദു കോഡ് പ്രകാരം വ്യത്യസ്തമായ ആചാരങ്ങൾ, ഒരേ ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ബോളിവുഡ് സിനിമകളൊക്കെ കൊണ്ടുവന്ന ഹിന്ദു വിവാഹത്തിന്റെ ഒരു രീതികൾ, കന്യാദാനം, അതേപോലെ തന്നെ ഈ സപ്തപടി, 7 പ്രാവശ്യം ചുറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സിഖ് സമൂഹത്തിന്റെ BJP MP ആയ, രാജ്യസഭയിലെ BJP MP ആയ ഒരാൾ 1998 ബഹുമാന്യരായ താഹിർ മഹ്മൂദ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ സിഖ് കമ്മ്യൂണിറ്റിക്ക് ഹിന്ദു കോഡ് ബില്ലിന്റെ കീഴിലാണ് ഇതുവരെ അവരുടെ വിവാഹം സോളംനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിവാഹം നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് തയ്യാറല്ല, ഞങ്ങൾക്ക് ഹിന്ദു ആചാരപ്രകാരം ഞങ്ങൾക്ക് വിവാഹം ചെയ്യാൻ തയ്യാറല്ല, അതുകൊണ്ട് സിഖ് ആചാരപ്രകാരം തന്നെ വിവാഹം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ല് 1998 താഹിർ മഹ്മൂദ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന്റെ ചെയർമാനായിരിക്കുമ്പോൾ കൊണ്ടുവരികയും ഇതിന്റെ BJP ഗവൺമെന്റ് അത് പാസ്സാക്കുകയും ചെയ്തു. ഇപ്പോഴടുത്ത് ജൈന സമൂഹത്തിന്റെ, ബുദ്ധ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു ബില്ല് കൊണ്ടുവെക്കുകയുണ്ടായി. ആ ബില്ലിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഹിന്ദു ആചാരപ്രകാരം വിവാഹം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അതിൽ ഈ സപ്തപടിയുണ്ട്, കന്യാദാനമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആചാരങ്ങളുണ്ട്. ഒരു ബുദ്ധവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആചാരങ്ങളിലൂടെ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ആചാരങ്ങൾ പ്രകാരം വിവാഹം കഴിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്, ഞങ്ങൾക്ക് സ്വന്തമായ അവകാശം വേണമെന്ന്. അതും BJP ഗവൺമെന്റാണ്, മഹാരാഷ്ട്രയിലെ BJP ഗവൺമെന്റാണ് അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പോലും ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതി. ഓരോ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴും വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. മേഘാലയ, മിസോറാം തുടങ്ങിയിട്ടുള്ള ട്രൈബൽ നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ അവരുടേതായ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നിയമനിർമ്മാണങ്ങൾ, അത് തൊട്ട് കളിക്കാൻ പോലും പറ്റൂല, ഒരിക്കലും അതിന് തൊട്ട് കളിക്കാൻ പോലും പറ്റൂല. തമിഴർക്ക് അവരുടെ ആചാരമുണ്ട്, കർണാടകക്കാർക്ക് അവരുടെ ആചാരമുണ്ട്. മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ക്ലോസ് റിലേറ്റീവ്സിന്റെ ഇടയിലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കിടയിലുള്ള വിവാഹം ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ അവർ അടുത്ത ബന്ധുക്കൾക്കിടയിലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ ഇന്ത്യയിൽ മൊത്തം ഒരു ചെറിയ വിഷയം മാത്രം എടുത്തു നോക്കിയാൽ മരിച്ചു കഴിഞ്ഞാലുള്ള ആചാരങ്ങൾ വ്യത്യസ്തമാണ്, വിവാഹത്തിന്റെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്, പലതുമായി ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ പൊങ്കൽ അവർ ചെയ്യുന്നു, വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, ആഘോഷങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ ഈ ഡൈവേഴ്സിറ്റി ഇപ്പോഴും ഇന്ത്യയിലെ വിവിധ അമ്പലങ്ങളുടെ മുമ്പിൽ മൃഗങ്ങളെ നേരെ നിർത്തി അവയുടെ തലക്ക് അവരെ അറ്റൻഷനാക്കി നിർത്തി അവരുടെ തല വെട്ടിമുറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് വെട്ടിമുറിച്ച് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലത്ത് അതൊക്കെ തൊട്ട് കളിച്ചാൽ ഇന്ത്യയിൽ വളരെ വലിയ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും അധികാരത്തിലെത്താനുള്ള നാളിതുവരെ ഇവിടത്തെ ഹൈന്ദവ ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ അവരുടെ ഒരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്.
പലപ്പോഴും മുസ്ലിം സമൂഹം വൈകാരികമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ചില വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് ഒന്ന് ലോകത്ത് ഡൈവേഴ്സിറ്റിയാണ് പ്രപ്പോസ് ചെയ്യുന്നത്, മൾട്ടി കൾച്ചറലിസത്തെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്, പ്ലൂറലിസത്തെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. വിവിധ മതസമൂഹങ്ങൾക്ക്, വിവിധ ആചാര സമൂഹങ്ങൾക്ക് അവരുടെ ആചാരം, കൾച്ചർ ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നതിനെയാണ് ലോകം മുഴുവനും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ആ തലത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ പോലും ഒരിക്കലും അതിന്റെ യാഥാർത്ഥ്യം നോക്കിയാൽ, നിയമപരമായി നോക്കിയാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ വിശദീകരണങ്ങൾ നോക്കിയാൽ ഒരു നിലക്കും സാധ്യമല്ലാത്തതാണ്. ഇതിനടുത്ത ഘട്ടമായി ഒന്നുകൂടി ആലോചിക്കേണ്ടത് ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ സ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ റോട്ടറി ഇന്റർനാഷണലിന്റെ മുമ്പിൽ അവിടുത്തെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ മുസ്ലിങ്ങളും സിവിൽ കോഡും എന്നൊരു വിഷയം അവതരിപ്പിച്ചപ്പോ എന്താണ് മുസ്ലിമീങ്ങൾക്ക് സിവിൽ കോഡിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, എന്താണ് മുസ്ലിം പേഴ്സണൽ ലോ, ഇതൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഇസ്ലാമിലെ പോളിഗമിയെക്കുറിച്ചും ബഹുഭാര്യത്വത്തെക്കുറിച്ചും തലാഖിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും അനന്തരാവകാശത്തെക്കുറിച്ചൊക്കെ ഉള്ള പറഞ്ഞപ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ലോയറായ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം, എന്നിട്ട് അതിൽ മുഴുവൻ മുസ്ലിം ലോ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം അനന്തരാവകാശം, വിവാഹമോചനം തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ സ്ത്രീകളോട് വളരെ മോശം സമീപനമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ളത്. ഇന്ത്യയിലെ കേസുകൾ, ഓരോ കേസുകൾ എടുത്ത് നോക്കിയാലും നമ്മൾ പലപ്പോഴും ധൈര്യം കാണിക്കണം. പോളിഗമി നിരോധിക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനാണ്. കാരണം ഏറ്റവും കൂടുതൽ പോളിഗമി ഉള്ളത് ഹൈന്ദവ സമൂഹത്തിലാണ്. നിങ്ങൾ വയനാട്ടിലെ കൽപ്പറ്റയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. സംഘപരിവാറിന്റെ മുഖസ്ഥാനത്തിരിക്കുന്ന ഒരാൾ 4 കെട്ടി ജീവിക്കുന്നുണ്ട് അവിടെ. നമ്മളൊന്ന് പോയിട്ട് ഏതെങ്കിലും പത്രക്കാരനോട് എഴുതാൻ പറഞ്ഞാൽ മതി. അതിലൊന്ന് വീട്ടിൽ വേലക്ക് വന്നിരുന്ന ഒരു മുസ്ലിം പെണ്ണാണ്. 4 കെട്ടി ജീവിക്കുന്ന, കുട്ടികളായി ജീവിക്കുന്ന, വലിയ ലോയേഴ്സും വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. കേരളം മുതൽ ഇന്ത്യയിൽ എവിടെ പോയി നോക്കുകയാണ്. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് നമ്മൾ 15, 16, 17 വയസ്സിലാണ് പലപ്പോഴും, ഇപ്പൊ അത് 18 വയസ്സിലായി. ഇന്ത്യയിൽ 8 വയസ്സിലും 7 വയസ്സിലും 6 വയസ്സിലും വിവാഹം കഴിക്കുന്നത് രാജസ്ഥാനിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഗുജറാത്തിലുമാണ്. ഒരുപാട് സ്ഥലത്ത്, ഹരിയാനയിലാണ്, രാജസ്ഥാനിലാണ്, ഒരുപാട് സ്ഥലത്ത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഈ അതുപോലെ തന്നെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പോളിഗമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇവിടെ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇവിടെ നിയമനിർമ്മാണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാണ്. കാരണം അവരുടെ ഇടയിൽ വ്യാപകമായി ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തത് മുസ്ലിമീങ്ങളെ കുറിച്ച്, നമ്മളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഭയങ്കര ആവേശമാണ് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കഴിഞ്ഞ കുറെ വർഷമായിട്ട് കമൽറാം സജീവ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്റർ ഇൻചാർജായി വന്നതിന് ശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഴിഞ്ഞ കുറെ വർഷത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ലക്കത്തിൽ മുസ്ലിംസിനെ കുറിച്ചൊരു ലേഖനം ഉണ്ടാവും. ചിലപ്പോൾ അമിത്ചന്ദ് മംഗലൂരോ ഖദീജ മുംതാസോ ഇങ്ങനെ ആരെങ്കിലൊക്കെ കുറച്ച് സ്പെഷ്യലിസ്റ്റുകളുടെ അവർ എഴുതും. നമ്മളിതൊക്കെ വാങ്ങിക്കും, നമ്മളിതൊക്കെ പ്രചരിപ്പിക്കും. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പറയാം. ഇന്ത്യയിൽ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ലിബറേറ്റിംഗ് ഹിന്ദു വിമൻ എന്ന് പറഞ്ഞിട്ട് ഫ്ലാവിയ ആഗ്നസിന്റെ ഒരു ലേഖനമുണ്ട്. EPW എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ലേഖനം വന്നിരുന്നു. ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നോക്കിയാൽ മതി. ജാതകപ്പൊരുത്തമില്ലാത്തതിന്റെ പേരിൽ വിവാഹം കഴിക്കപ്പെടാത്ത ഒരുപാട് ഹൈന്ദവ സഹോദരിമാർ വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്യാൻ ഒരു തരത്തിലുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇൻഹെറിറ്റൻസിന് അവകാശം ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ നിർബന്ധിതരായിരുന്നു. 1955-ലും 56-ലും ഹിന്ദു കോഡ് ബില്ല് വന്നതിന് ശേഷം വളരെ മോശമായ തരത്തിലാണ് നിലവിൽ വന്ന എല്ലാ കേസുകളും. നമുക്ക് ഷാബാനു കേസ് അറിയാം, ഏറ്റവും അവസാനം സൈറബാനു കേസ് അറിയാം. ഗായപ്രസാദ് ഭാഗവത് കേസിൽ 1966 കോടതി വിധി പറഞ്ഞപ്പോ വളരെ പീഡനം അനുഭവിച്ച ഒരു പെണ്ണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു കേസിൽ കോടതി വിധി പറഞ്ഞത് എ വൈഫ്സ് ഫസ്റ്റ് ഡ്യൂട്ടി ടു ഹർ ഹസ്ബൻഡ് ഈസ് ടു സബ്മിറ്റ് ഹെർസെൽഫ് ഒബീഡിയന്റ്ലി ടു ഹിസ് അതോറിറ്റി ആൻഡ് ടു റിമെയിൻ അണ്ടർ ഹിസ് റൂഫ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഒരു പെണ്ണിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് തന്റെ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്ത്, ഭർത്താവിനെ ഒബേ ചെയ്ത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ കോടതി അനുശാസിച്ച കുറെ സംഗതിയാണ്. മുസ്ലിം ലോ അല്ല എന്ന് പറയുന്നത്, മുസ്ലിം പേഴ്സണൽ ലോ അല്ല പറയുന്നത്. ഇന്ത്യയിലെ നിയമവിശാരദന്മാർ ഇന്ത്യയിൽ വന്ന പല കേസുകൾ, ഹിന്ദു സഹോദരിമാർ പീഡനം അനുഭവിച്ച ഒരുപാട് കേസുകളിൽ വിധി പറഞ്ഞ രീതിയിലാണ്. ദ ഹിന്ദു ലോ imposes upon the wife the duty of attendance, obedience to and veneration of for the husband.
to live with him wherever he chooses to reside. ഭർത്താവ് എവിടെയാണോ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ പോയി ഒപ്പം ജീവിച്ച് വെനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നർത്ഥം. വെനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ആരാധന. അങ്ങനെ ചെയ്യണം, അതാണ് പെണ്ണിന്റെ ഡ്യൂട്ടി. വേറൊരു കേസിൽ വിധി പറഞ്ഞപ്പോ കോടതി പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇൻ ദ ഹോം ഈസ് മോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14 സ്ത്രീകളുടെ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഈ രണ്ട് ആർട്ടിക്കിളൊന്നും ഇസ് നോട്ട് അപ്ലിക്കബിൾ അറ്റ് ഹോം. ഇതൊന്നും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. വീട്ടിലൊരു കുടുംബം നന്നായി പോണെങ്കിൽ ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിച്ച് ജീവിക്കാൻ വേണം എന്ന് ഒരു മുസ്ലിമിന്റെ ലോയിലല്ല പറഞ്ഞത്, ഒരു മുസ്ലിം കേസിലല്ല പറഞ്ഞത്. കോടതി നിരീക്ഷിച്ചത് 1955-56 ഹിന്ദു കോഡ് ബില്ല് വന്നതിന് ശേഷം 2015 വരെയുള്ള ഹിന്ദു സഹോദരിമാർ അനുഭവിച്ച മുഴുവൻ കേസിലും കോടതി നിരീക്ഷിച്ചത് ഈ തരത്തിലാണ്. അഥവാ ഇന്ത്യൻ മെന്റാലിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ത്രീകളെ പീഡിപ്പിക്കുക, ബുദ്ധിമുട്ടുക. ഹരിയാനയിൽ 1000 പുരുഷന്മാർക്ക്, കേരളത്തിൽ 1056 സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. 700-650 വരെ റേഷ്യോയുള്ള, അതോ പെൺകുട്ടികളെ കൊല്ലുന്ന, ജീവനോടെ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്ന ഒരു വളരെ മോശം സമീപനം ഇന്ത്യയിലെ സ്ത്രീകള് ഹിന്ദു സഹോദരിമാരെ വയ്ക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചേതൻ ഭഗത്തിന്റെ നോവൽ വന്നിട്ടുണ്ട്. വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറയുന്ന നോവൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം വായിച്ചിട്ടുണ്ടാകും, അതിനുണ്ടാവും. ആ നോവലില് പലപ്പോഴും വിഷയത്തിൽ, അഥവാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ എലൈറ്റ് ക്ലാസ്സിനെ, അതിൽ മേത്ത കുടുംബം, അതുപോലെ തന്നെ ഗുലാത്തി കുടുംബം, സെൻ കുടുംബം, ഇങ്ങനെ ചേതൻ ഭഗത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അപ്പർ ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ, ഇന്ത്യയിലെ IIM എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ. ഇന്ത്യയിലെ എയർപോർട്ടുകളിലൊക്കെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ പുസ്തകം വാങ്ങാൻ കിട്ടുക. ചേതൻ ഭഗത്തിന്റെ പുസ്തകത്തിൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുസ്തകത്തിൽ, ഒരു പെൺകുട്ടിയുടെ വൺ ഇന്ത്യൻ ഗേൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നിടത്ത് എങ്ങനെ ഒരു പെൺകുട്ടി എങ്ങനെ അവൾ അധ്വാനിക്കുക, അവളെങ്ങനെ ഏൺ ചെയ്യുക, അവള് ഒരു ഭർത്താവിനനുസരിച്ച് ജീവിക്കേണ്ടവളല്ലേ എന്ന് തുടങ്ങി ഒരുപാട് തരത്തിൽ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഒരു പെണ്ണിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന, ഒരു പെണ്ണിനോടുള്ള ഇന്ത്യൻ പുരുഷ സമൂഹത്തിന്റെ കൃത്യമായ മനോഭാവം. ഇന്ത്യൻ ലോയേഴ്സ് അങ്ങനെ, അഭ്യസ്തവിദ്യരങ്ങനെ, ഇന്ത്യയിലെ മുഴുവൻ സമൂഹം അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകളോടുള്ള ഒരു തരത്തിലുള്ള അഭിനിവേശത്തിന്റെ പേരിലോ അവർക്ക് നീതി കിട്ടണമെന്നതിന്റെ പേരിലോ അല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമവിശാരദന്മാരൊക്കെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു പടിവരെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. ഹിന്ദു സ്ത്രീകൾ വളരെയധികം, ഹൈന്ദവ സ്ത്രീകൾ, അവർക്ക് നിയമനിർമ്മാണത്തിന്റെ ഒരു സ്ഥലമില്ല. ഒരു സ്ത്രീ ഡൈവോഴ്സ് ചെയ്യപ്പെട്ടാൽ പുനർവിവാഹം സാധ്യമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. രണ്ടാം വിവാഹം നടന്നാൽ, നിവേദിത മേനോൻ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ നിവേദിത മേനോൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവലോകനം ചെയ്തത്, മുസ്ലിം സ്ത്രീകൾ ഫാർ ബെറ്ററാണ്, എത്രയോ ഉഷാറാണ്. കാരണം ഒരു ഹിന്ദു സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിറ്റിയിൽ സ്വാഭാവികമായിട്ടും പോളിഗമി നടക്കുന്നു, ബഹുഭാര്യത്വം നടക്കുന്നു. ഒരു ഭർത്താവിന് ഒരുപാട് ഭാര്യമാരുണ്ടാകുന്നു. പക്ഷെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, സംഭവിക്കുന്നു. അങ്ങനെ ഇറ്റ് ഹാപ്പൻസ്, അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള നിയമം എന്താണ് എന്ന് പറയുമ്പോൾ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കോൺട്രാക്റ്റാണ് നടക്കുന്നത്. ആ ഒരു പെണ്ണിന് ഒരു ഭാര്യ എന്ന രീതിയിൽ ഒന്നാമത്തെ പെണ്ണിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. രണ്ടാമത്തെ പെണ്ണായ ഒരാൾക്ക് നിയമപരമായിട്ട് അനന്തരാവകാശമുണ്ട്. ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഒരു മാന്യതയുണ്ട്. പക്ഷേ ഒരു ഹിന്ദു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള മാന്യത, അവരെ കീപ്പ് എന്നാണ് പറയുന്നത്. കീപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്ന, ഒപ്പം സൂക്ഷിക്കുന്ന, ഒരു എക്സ്ട്രാ ഒരു പെണ്ണ് എന്നർത്ഥം. കോൺക്യുബീൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, മിസ്ട്രസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഒരാൾക്ക് എത്രയും ചെയ്യാം. അവരുടെ സ്വഭാവം സാക്രഡ് ഒരു സെറമണി ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട്, കൃത്യമായ ഒരു കോൺട്രാക്റ്റാണ്. ഈജാബും കബൂലും നമ്മുടെ കോൺട്രാക്റ്റുകളിലാണുള്ളത്, ക്രയവിക്രയങ്ങളിലാണ്. ഒരു സാധനം ഞങ്ങൾക്ക് വിറ്റു വാങ്ങും എന്ന് പറയുന്ന പോലെയുള്ള കോൺട്രാക്ട് നിയമമാണ് മുസ്ലിമിന്റെ വിവാഹം. അതിൽ സാക്ഷികൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നിർവചിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. മറ്റേതൊരു സാക്രഡാണ്, ഒരു വലിയ കാര്യമായിട്ടാണ്. അപ്പോ പലപ്പോഴും ഒന്നാമത്തെ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയി അവര് താലി ചാർത്തുകയും പ്രദക്ഷിണം വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, പെണ്ണ് തന്നെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നു. ഇതിന്റെ പേരിൽ ഒരുപാട് തരത്തിലുള്ള കേസുകളാണ് കോടതിയിലുള്ളത്. പലപ്പോഴും ഇത് തെളിയിക്കാൻ പിന്നെ ഒരു ചെലവിന് കൊടുക്കേണ്ട ഒരു ഇതുമില്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പെണ്ണിന് ഏതെങ്കിലും തരത്തിൽ ഇയാളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അപ്പോഴാണ് നമ്മൾ വിവാഹ വാഗ്ദാനം നൽകി ലംഘിച്ചു, അതുപോലെ തന്നെ റേപ്പ് ചെയ്തു, ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരുപാട് കേസുകൾ കാണുന്നത്. 1 or 2 മാസം, വർഷം ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടാവും, താലി കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ പെണ്ണിന് അവകാശം ചോദിക്കാൻ ഒരു അവകാശവുമില്ല, ഒരു വാദവുമില്ല, ഒരു നിയമപരമായ സാധുതയുമില്ല. ഇങ്ങനത്തെ ഇവിടുത്തെ മറ്റു മതങ്ങളിലെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ.
അതേപോലെ തന്നെ ഏറ്റവും നല്ല ഇന്ത്യയിൽ ലോകത്ത് തന്നെ നിലനിൽക്കുന്ന ഏറ്റവും നല്ല അനന്തരാവകാശ നിയമങ്ങൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. അത് ഏത് നിയമവിശാരദന്മാരും അതിനും ചിലപ്പോ ഖദീജ മുംതാസിന്റെ ഒരു പ്രശ്നം അവരുടെ കുടുംബത്തില് പെണ്ണുങ്ങൾ മാത്രമായതിന്റെ പേരിൽ അനന്തരാവകാശ സ്വത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോ അവർക്ക് അനന്തരം കിട്ടുമ്പോ പിന്നെ സ്ത്രീകൾ മാത്രമാണെങ്കിൽ വേറെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ വരും. കാരണം വേറെ കുറെ ആൾക്കാർക്കും അവകാശമുണ്ട് ദീനിന്റെ അനന്തരാവകാശ നിയമപ്രകാരം. അതാണ് പലപ്പോഴും ഇതിന്റെ ഒരു വിഷയത്തിൽ പ്രശ്നമായിട്ട് വരുന്നത്. നിയമം ഇസ്ലാം അതിന് ഇത് കൊടുക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി, സ്വന്തം പെൺമക്കൾക്ക് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ഈ ഒരു ഉപ്പാക്ക് എഴുതി വെക്കാനുള്ള അവകാശം. ഞാൻ അതിന്റെ വിശദീകരണങ്ങൾക്ക് പോലെ ഏത് നിയമത്തിനോട് നോക്കിയാലും ഏറ്റവും നല്ല അനന്തരാവകാശ ഇൻഹെറിറ്റൻസ് ലോ ഉള്ളത്, സക്സഷൻ ലോ ഉള്ളത് മുസ്ലിമിന്റെ കയ്യിലാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പെണ്ണിനോടുള്ള നിയമപരമായിട്ടുള്ള സാധ്യതയുടെ പേരിലല്ല. അങ്ങനെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ പെണ്ണിനോടുള്ള അനുകമ്പയാണെങ്കിൽ അതും ഫാഷിസം പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഫാഷിസത്തിന്റെ ഒരു സ്വഭാവം തന്നെ തെറ്റിദ്ധരിക്കലാണ്, നുണ പറയലാണ്, കള്ളം പ്രചരിപ്പിക്കലാണ്, പ്രൊപ്പഗണ്ട വാർ നടത്തലാണ്. 130 കോടി ഡോളർ ചെലവഴിച്ചിട്ടാണ് മോദി അധികാരത്തിലെത്തുന്നത്. എന്നിട്ടും 32% വോട്ടാണ് മോദിക്കും BJPക്കും ലഭിച്ചിട്ടുള്ളത്. അപ്പോ വലിയൊരു പ്രോപ്പഗണ്ട വാറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഗുജറാത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ, പാവപ്പെട്ട ഉമ്മമാരെ, ഗർഭിണികളായ സ്ത്രീകളെ വയറ് കീറി കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് ആനന്ദ നൃത്തം ചവിട്ടിയ ഒരു തലമുറയിലെ ഒരു വിഭാഗത്തിന്റെ അതിന്മേൽ ചുവട്ടി ഭാരതത്തിന്റെ ഭരണാധികാരങ്ങളിലേക്ക് കടന്നുപോയ ആളുകളാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീകളുടെ കണ്ണീരൊപ്പുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ബാലവിവാഹം നടത്തി ആ പെണ്ണിനെ ഒരു തലാക്കും പോലും ചെല്ലാതെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് വിട്ടേച്ചു വെച്ച് ഭരണാധികാരത്തിലെത്തിയ ഒരാളാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരൊപ്പുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഏതിടങ്ങളിൽ പോയാലും ഇപ്പോഴടുത്ത് ഗോരക്ഷകർ ഒരുപാട് അക്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഹരിയാനയിൽ വലിയ രീതിയിലൊന്നും അഖ്ലാഖിനെ കൊന്ന പോലെയുള്ള ചർച്ചകളൊന്നും നടന്നില്ല. ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ, 2 ആണുങ്ങളെ, ഒരു പെണ്ണിനെയൊക്കെ അടക്കം ബലാത്സംഗം ചെയ്തു. വളരെ ക്രൂരമായി ഗോരക്ഷകരായ ആളുകൾ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കുകയാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള ബലാത്സംഗങ്ങളുടെ വിഷയങ്ങളുണ്ട്. ഒരുപാട് തരത്തിലുള്ള എവിടെയെല്ലാം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ഭരണാധികാരത്തിലേക്ക് 2 സീറ്റിൽ നിന്ന് ഭാരതീയ ജനസംഘത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയായി മാറി 2 സീറ്റിൽ നിന്ന് ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെത്തിയത് കലാപങ്ങൾ നടത്തിയ, നുണ പറഞ്ഞ, ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടാണ്. ജബൽപൂരിലും അതുപോലെ തന്നെ ഭീവണ്ടിയിലും ഒരുപാട് സ്ഥലങ്ങളിൽ, മുംബൈയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കലാപങ്ങൾ നടത്തിയിട്ടാണ്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടാണ്, വളരെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടാണ്, പെൺകുട്ടികൾക്ക് പോലും ജീവിക്കാനുള്ള അവകാശം നൽകാതിരുന്നിട്ടാണ്. അപ്പോ ഇതൊക്കെ കേവലമായ പ്രോപ്പഗണ്ട വാർ മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP അധികാരത്തിലേക്കുള്ള വഴി തേടിക്കഴിഞ്ഞു. ഇനി അത് നിലനിൽക്കാനാണ്. ഇത് നിലനിൽക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പ്രധാനമായി മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറഞ്ഞ് പുറത്തേക്കിടുന്നത്. ഇത് ഒരേ സമയം മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ 1980-കളിൽ ഷംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ചെയ്ത പോലെയുള്ള ഒരു വലിയ ശരീഅത്ത് സംരക്ഷണത്തിന്റെ ആഹ്വാനം മുടങ്ങുമ്പോൾ തന്നെ ആ ആഹ്വാനത്തിനപ്പുറം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ സുദീർഘമായ ഒരു, എപ്പോഴും നമ്മുടെ സൂഫി വര്യന്മാരായ പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകതയാണ് കേവലമായ വൈകാരികമായ, അതൊരു മോഡേണിറ്റിയുടെ സ്വഭാവമാണ്. വൈകാരികമായി പെട്ടെന്ന് ചാടി വീഴ, പെട്ടെന്ന് അതിനു വേണ്ടിയിട്ട് വാദങ്ങൾ നടത്തുക, വരും വരായികൾ ആലോചിക്കാതിരിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു രീതി അല്ല മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആലോചിക്കുന്നത്. ഇവിടെ കൃത്യമായി ചില അജണ്ടകളുണ്ട്. നമ്മൾ റാലി നടത്തുന്നതും നടത്താതിരിക്കുന്നതിനും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സംരക്ഷണത്തിന്റെ പേരിൽ ഉണർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതോടൊപ്പം താഴേക്കിടയിൽ അടിസ്ഥാനപരമായുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, UP-യിൽ തെരഞ്ഞെടുപ്പ് വരെയാണ്. ഇന്ത്യയിലെ വിധി നിർണ്ണയിക്കുന്ന സ്ഥലമാണ് UP എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോ BJP ഭരണപരമായി ഏറ്റവും വലിയ പരാജയം എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സംഗതി. അവരൊപ്പം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആത്മാവ് മതേതരമാണ്, പ്ലൂറലാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രത്തില് വളരെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മോഡിയെ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ അത് സമ്മാനം വാങ്ങാൻ പോകുന്ന ആൾ പറഞ്ഞു, ഞാൻ വാങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞു. അത് പത്രസ്ഥാപനത്തിലെ മിക്കവാറും ആളുകൾ അതിന് എതിരായിരുന്നു. ഇന്ത്യയിൽ വലിയ ഒരു വിഭാഗം ആളുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ, ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളിലെ ആളുകൾ ഇവിടുത്തെ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇന്ത്യ എന്ന സ്വത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. തങ്ങൾ ഇവിടെ പറഞ്ഞു, ലോകത്ത് ഏതു രാജ്യത്തെക്കാളും ഏറ്റവും മനോഹരമായി ഇന്നും മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ആ നാട്ടിൽ ജനിച്ച ആളുകളാണ്. ഈ മുഴുവൻ പ്രദേശത്തെക്കാളും മുസ്ലിം സമൂഹം ഇന്ത്യയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ്.
കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ എണ്ണം മുസ്ലിമീങ്ങൾ ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, യുപിയിലുണ്ട്. 3 കോടിയോളം മുസ്ലിമീങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ഒരു വലിയ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോ നമ്മളാരും വേറെ നാട്ടിലേക്കൊന്നും പോകാം, നമ്മളൊരു നാട്ടിലും കൊള്ളൂല, ഒരു നാട്ടിലും പോകാനും താല്പര്യപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ്? പുഴുക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. കൃത്യമായി ഈ അജണ്ടകൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണപരമായിട്ട് ഇയാൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ്. 1990കളുടെ അവസാനത്തിൽ രാജ്ദീപ് സർദേശായിയുടെ ഒരു പുസ്തകമുണ്ട്, 2014 ഇലക്ഷൻ ഹൗ ദ BJP എങ്ങനെയാണ് BJP ഇലക്ഷൻ ജയിച്ചത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇന്ത്യയിലെ പൊളിറ്റിക്സും ഇന്ത്യയുടെ ഗതിവിഗതികളും അറിയാൻ താല്പര്യപ്പെടുന്നവർക്ക് വായിക്കാവുന്ന വളരെ മനോഹരമായി കൃത്യമായി എഴുതിയ ഒരു പുസ്തകമാണ് രാജ്ദീപ് സർദേശായി എഴുതിയ എങ്ങനെയാണ് 2014 ഇലക്ഷൻ എന്ന് പറയുന്ന പുസ്തകം. മോഡി എന്ന ഇമേജ് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത്? 1990കളുടെ അവസാനത്തിൽ ഗുജറാത്തിൽ നിന്ന് ഒരു പണിയുമില്ലാതെ ഡൽഹിയിലെ ഓഫീസിലേക്ക് കയറ്റി അയക്കപ്പെട്ട ഒരു മനുഷ്യൻ പിന്നീട് ഇമേജ് ബിൽഡിങ്ങിലൂടെ അമേരിക്കയിലുള്ള ഒരു PR കമ്പനി ഏറ്റെടുത്ത് അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണ്. അതിൽ ഒരുപാട് തരത്തിലുള്ള ബ്ലണ്ടറുകൾ വന്നിട്ടുണ്ട്. 2ാം UPA ഗവൺമെന്റിൽ മൻമോഹൻ സിംഗിനെ ഇരുത്തുന്നതിന് പകരം പ്രണബ് മുഖർജിയെ പ്രധാനമന്ത്രിയാക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ച് കളിച്ച ഒരു കളി അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കിയതിന്റെ പേരിൽ ഇന്ത്യക്ക് വന്ന നഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. ഒരൊറ്റ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ ഒരാളുള്ളൂ എന്ന ഇന്ത്യയിലെ യൂത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ്. പക്ഷേ അങ്ങനെ അധികാരത്തിൽ വന്ന് ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകളുടെ മേലാണ് മോദി അധികാരത്തിൽ വന്നത്. ഒരിക്കലും ഹിന്ദുത്വത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയല്ല. ഡൽഹി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് അതിലെ ഏറ്റവും വലിയ പാഠമാണ്. ഇന്ത്യയിൽ മോഡിക്ക് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ, 32% മാത്രമേ മോഡിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ 15% വരുന്ന ആളുകൾ മോഡി ഹിന്ദുത്വത്തിന് വേണ്ടി വോട്ട് ചെയ്തവരല്ല, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തവരാണ്. ഇന്ത്യ മേക്കിങ്ങിന് വേണ്ടി വോട്ട് ചെയ്തവരാണ്. ഇന്ത്യയിലെ മാറ്റങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ്. 2 പ്രാവശ്യം വന്ന UPA ഗവൺമെന്റിന് മാറ്റം വേണ്ടി വോട്ട് ചെയ്തവരാണ്. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ വളരെ കൃത്യമായി ചില നേരത്തെ ഇവിടെ ഒക്കെ സൂചിപ്പിച്ചു, നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. ഈ ഭയപ്പാട് നമുക്കില്ലാതിരിക്കാൻ ചില യാഥാർത്ഥ്യങ്ങളുടെ ഒരു അവബോധം നമുക്കുണ്ടാകണം. അപ്പോ മോഡി ഭരണത്തിൽ വന്നതിന് ശേഷം ഭരണപരമായ എല്ലാ മേഖലകളിലും ഏറ്റവും വലിയ പരാജയമാണ്. അതുകൊണ്ടാണ് വൈകാരികമായ മേഖലയിൽ ഒരു സമൂഹത്തെ അക്രമാത്മകമായ ഒരു സമൂഹത്തെ ഇളക്കിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സമൂഹത്തിലെ സന്യാസിമാർ പോലും ഈ അക്രമ സ്വഭാവത്തിനെതിരെ അഖ്ലാഖ് റഹ്മാൻ അൻസാരിയെ വളരെ ക്രൂരമായി കൊന്നൊടുക്കിയതുവരെയുള്ള ഒരുപാട് തരത്തിലുള്ള അക്രമ സ്വഭാവത്തിനെതിരെ ഇന്ത്യയിലെ വിവിധ മഠങ്ങളിലെ വിവിധ അമ്പലങ്ങളിലെ സന്യാസിമാർ പോലും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. പക്ഷേ പ്രൊപ്പഗണ്ട വാറിൽ BJP മികച്ചു നിൽക്കുന്നു എന്നതാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ അതൊരു പൊള്ള യാഥാർത്ഥ്യമാണ്. ഇമേജ് ബിൽഡിംഗ് ഇന്ത്യയിൽ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി ഫാസിസം ചെയ്ത വളരെ കൃത്യമായ ഒരു പണി അവർ ജൂതായിസത്തെ അനുകരിച്ചു എന്നതാണ്. ജൂതന്മാർ 2000 വർഷത്തിന്റെ പേഴ്സിക്യൂഷന്റെ അവസാനം 2000 വർഷം ലോകത്ത് ആട്ടിയോടിക്കപ്പെട്ട ഒരു വിഭാഗം എങ്ങനെയാണ് ഉയർന്നു നിൽക്കേണ്ടത്? ഒബാമ വന്നാലും ഈ ഹിലാരി ക്ലിന്റൺ വന്നാലും ഡൊണാൾഡ് ട്രംപ് വന്നാലും ജൂതന്മാരുടെ അസ്തിത്വത്തിന് ഒരു പോറലുമേൽക്കാത്ത വിധം ലോകത്ത് അമേരിക്കയിലും ഇസ്രായേലിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവർ അസ്തിത്വം അവർ ഉറപ്പിച്ചത്? അവർക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു ഇന്ത്യയിലെ ഫാസിസം വളരെ കൃത്യമായി ഓരോ മേഖലയിലും. അതിലേറ്റവും വലിയ ഇന്ന് കാണുന്ന ഒരു ഭാഗം മീഡിയയാണ്. മീഡിയയിൽ കേരളത്തിൽ പോലും മീഡിയ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന പ്രമുഖരായ പത്രപ്രവർത്തകരിൽ ഒരാൾ അടുത്ത കാലത്ത് പറഞ്ഞത്, കഴിഞ്ഞ 5-6 വർഷം വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇടതുപക്ഷം ആധിപത്യമായിരുന്നു മീഡിയകളിൽ നിലനിന്നിരുന്നത്. ഇപ്പോഴും മുസ്ലിമീങ്ങളെ വളരെ ക്രൂരമായി കൊത്തിവലിച്ചിരുന്നു. കാരണം മതവിരുദ്ധമായ ഇടതുപക്ഷ ആശയത്തിന് ഓശാന പാടുന്ന പത്രപ്രവർത്തകരായിരുന്നു ഇടതുപക്ഷ കത്തെഴുതുകയുണ്ടായി. ഈ രാജ്യത്തിന്റെ പോക്കിൽ ഞാൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേദനിക്കുന്ന വലിയൊരു സമൂഹം ഈ രാജ്യത്ത് നിലവിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൊപ്പഗണ്ട വാറിൽ നമ്മൾ വീണ് കിടക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോ BJP അതിന്റെ അധികാരത്തിലേക്കുള്ള വഴിയിൽ കടന്നു വന്നതിനു ശേഷം യാഥാർത്ഥ്യബോധത്തോട് ഒരു ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനോ, ഒരു രാജ്യത്തിന്റെ അസ്തിത്വം നിലനിർത്താനോ, രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് മുന്നോട്ട് വെക്കാനോ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെ ഒരു മേഖലയിലും അതിന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ആളുകൾ മാത്രമാണ് ഭരണാധികാരികളായിരിക്കുന്നത്. HRD ഡെവലപ്മെന്റിന്റെ HRD മിനിസ്റ്റർ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പോലും ക്രൂരമായ രീതിയിൽ ജനങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്ന ആളുകളുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ആളുകളാണ്. അപ്പോ ഇതിന്റെ പുറത്താണ് BJP അധികാരത്തിൽ. അതുകൊണ്ട് തന്നെ ഡൽഹി ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. BJP ക്രൂരമായി പരാജയപ്പെട്ടു. അതിനുശേഷം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്നു. ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വന്നത് ദളിതരുടെ ചർച്ചകളാണ്.
ബ്രാഹ്മണൻ, ദളിതൻ, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗക്കാർ, ജാതീയത, കാസ്റ്റ് സിസ്റ്റം ചർച്ചയ്ക്ക് വന്നു. അതുകൊണ്ട് തന്നെ BJP അവരേറ്റവും നന്നായി പ്രൊജക്ട് ചെയ്യപ്പെട്ടെങ്കിലും വളരെ മോശമായി പരാജയപ്പെട്ടു. ഇനി ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചില തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UP തെരഞ്ഞെടുപ്പ്. അടുത്ത 5-6 മാസത്തിനുള്ളിൽ UP തെരഞ്ഞെടുപ്പ് വരാൻ. UP ജയിച്ചവരാണ് രാജ്യം ഭരിക്കുക എന്ന തിരിച്ചറിവ് എല്ലാ കാലത്തും ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. UP ഇതേപോലെ തന്നെ കോൺഗ്രസ് ബ്രാഹ്മണയായ ഷീലാ ദീക്ഷിത്തിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യാദവർ, ദളിതർ ഇങ്ങനെയുള്ള ഒരു വിഭാഗീയതയിൽ നിന്ന് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിനെങ്കിൽ BJP ഒരിക്കലും തന്നെ ലാഭം കൊയ്യാൻ പോകുന്നില്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇവിടെ മതങ്ങളുടെ പേരിൽ മതമാണ് പ്രശ്നം എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഏക സിവിൽ കോഡിന്റെ വളരെ ഒരു തരത്തിലും ആവശ്യമില്ലാത്തൊരു തരത്തിലാണ് ഈ ചർച്ചകൾ വരുന്നത്. സൈറാ ബാനുവിന്റെ ഒരു വിഷയം മാത്രം എടുത്തു നോക്കും. സൈറാ ബാനുവാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏക സിവിൽ കോഡിന്റെ പ്രശ്നം ഇവിടെ വരുന്നത്. സൈറാ ബാനു ഒരു അഭ്യസ്തവിധ. ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ രസം, ഷാബാനുവിന്റെ ഭർത്താവ് ലോയറാണ്. 1980കളിൽ ശരീഅത്ത് പ്രശ്നം സൃഷ്ടിച്ച ഷാബാനുവിന് ശ്രദ്ധിച്ചുകൊണ്ട് ഷാബാനുവിന് 60 വയസ്സ് കഴിഞ്ഞ ഷാബാനു എന്ന പാവപ്പെട്ട സ്ത്രീയെ മുത്തലാക്ക് ചെല്ലിയ, ട്രിപ്പിൾ തലാക്ക് ചെല്ലിയ അഹമ്മദ് സാദിഖ് അഹമ്മദ് എന്ന് പറയുന്ന ആൾ, അയാൾ ഒരു ലോയറാണ്. അയാളാണ് ദുരുപയോഗം ചെയ്ത് അബ്യൂസ് ചെയ്ത് ഇസ്ലാമിക ശരീഅത്തിനെ അബ്യൂസ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോൾ സൈറാ ബാനുവിന്റെ ലാസ്റ്റ് കേസിൽ വളരെ ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിച്ചത്. ഇന്ത്യയിൽ നിയമമില്ലാത്ത പ്രശ്നമല്ല. സ്ത്രീ പീഡനം, പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ഇതിനൊക്കെ എതിരെ ഇന്ത്യയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട്. ഇനി മുത്തലാഖിനെതിരെ കൂടി നിയമങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഇതില്ലാതെ പോവില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ നിയമങ്ങളൊന്നും ഉപയോഗിക്കാതെ മുത്തലാഖ് ചെല്ലി എന്നതിന്റെ പേരിൽ എന്നാലും ഇന്ത്യയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 2002 ഷമീം ആര കേസിൽ UP ഗവൺമെന്റ് ഷമീം ആര കേസിൽ സുപ്രീം കോടതി മുത്തലാഖിനെ അംഗീകരിക്കാതെ ഇവിടുത്തെ ഒരു വിമൻ പ്രൊട്ടക്ഷൻ ബിൽ അനുസരിച്ച് ഒരു പെണ്ണിന് ഈക്വൽ ജസ്റ്റിസ് വേണമെന്നുള്ള ഒരു വാദപ്രകാരം മുത്തലാഖ് അംഗീകരിക്കാതെയുള്ള, ആ ഡൈവോഴ്സ് അംഗീകരിക്കാതെയുള്ള ഒരു വിധിയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യവും അല്ലാത്തിടത്താണ് ഈ ഒരു വിഷയം മുന്നോട്ട് വരുന്നത്. ഇവിടെ തങ്ങളും അതുപോലെ തന്നെ സാദിഖൽ തങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ അത് തന്നെ മുസ്ലിം ശരീഅത്തിന്റെ, ഇസ്ലാമിക് ശരീഅത്തിന്റെ വിഷയം വരുമ്പോൾ, മുസ്ലിം പേഴ്സണൽ ലോയുടെ വിഷയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് മുത്തലാഖും അതുപോലെ തന്നെ ഈ ബഹുഭാര്യത്വവും പോളിഗമിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങനെ വിഷയം വരുമ്പോൾ മുസ്ലിങ്ങളുടെ ഈ ഒരു 2 വിഷയങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിക് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ, മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതിന്റെ വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ബഹുസ്വര സമൂഹത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കുന്നതിനെ കുറിച്ച് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ചുരുക്കി നമ്മൾ ഏത് തരത്തിലാണ് റെമഡിയൽ ആലോചിക്കേണ്ടത്, പ്രതികരണങ്ങൾ ആലോചിക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോ മുത്തലാഖ് അതുപോലെ തന്നെ പോളിഗമി, ഈ 2 വിഷയങ്ങൾ വരുമ്പോൾ ഇന്ത്യയിലെ ബഹുസ്വര സമൂഹം, ഇന്ത്യയിലെ ഇടതുപക്ഷ സമൂഹം, ഇന്ത്യയിലെ വ്യത്യസ്ത പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും ഏത് പാർട്ടികളാണെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു വിഭാഗം ആളുകളും മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. കാരണം മുത്തലാഖാണ് വിഷയം. അത് ജെൻഡർ ജസ്റ്റിസിന്റെ പ്രശ്നമുള്ളതാണ്, ലൈംഗിക നീതിയുടെ പ്രശ്നമുള്ളതാണ്. ബഹുഭാര്യത്വമാണ് വിഷയം, പ്രത്യക്ഷത്തിൽ ലൈംഗിക നീതിയുടെ പ്രശ്നമുള്ളതാണ്. മുത്തലാഖും ബഹുഭാര്യത്വവും മുന്നിലേക്കിട്ട് മുസ്ലിം സമൂഹം മുസ്ലിം പേഴ്സണൽ ലോയുടെ വിഷയത്തിൽ പ്രതിരോധത്തിലാവുകയും ഒരിക്കലും നടക്കാത്ത കേവലം യൂട്ടോപ്പിയ മാത്രമായ ഏകീകൃത സിവിൽ കോഡ് എന്ന ഒരു ചർച്ച കൊണ്ടുവരികയും അത് വൈകാരികമായ ഓളങ്ങൾ ഉയർത്തുകയും ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരികയും മുസ്ലിമീങ്ങൾ വളരെ വലിയ ഒരു ഭീഷണി നിർത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആഹ്വാനങ്ങൾ മുഴക്കുകയും അതിന്റെ പുറകിലേറി ഏറ്റവും തികഞ്ഞ പരാജയമായ ഭരണത്തിന്റെ പരാജയത്തിന്റെ ആ ഒരു പരാജയമുഖം ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി മതത്തിന്റെ പേരിൽ വീണ്ടും അധികാരത്തിൽ വരാ എന്ന് പറയുന്ന BJPയുടെ ഹിന്ദുത്വ ഫാസിസത്തിന്റെ വളരെ ഹീനമായ ശ്രമങ്ങളെ കൂടി ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. മുസ്ലിം സമൂഹത്തിന് മുന്നോട്ടുള്ള വഴികളിൽ ആലോചിക്കേണ്ട വിഷയങ്ങളുണ്ട്. ശരീഅത്ത് വളരെ പ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെയൊക്കെ ജീവമാണ്, നമ്മുടെയൊക്കെ ചങ്കിലെ ചോരയാണ്. മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ സ്വത്വം അതിന് അധികാരം തരുന്നു, നമുക്കതിനുള്ള അവകാശം തരുന്നു. ഇന്ത്യയുടെ ഭരണഘടന അതിന് അവകാശം തരുന്നു. ഇന്ത്യ ബഹുസ്വര സമൂഹമാണ്, ഇന്ത്യയുടെ ആത്മാവ് ബഹുസ്വരമാണ്. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ നമ്മൾ ചില വളരെ പ്രധാനപ്പെട്ട ചില കാൽവെക്കുകൾ ആവശ്യമാണ്. ഒന്ന്, ബഹുസ്വര സമൂഹത്തിലുള്ള ഇത്തരം വിഷയങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ഇസ്ലാമിക സമൂഹം ലോകത്തങ്ങോളം ഇങ്ങോളം ഏറ്റവും വലിയ ഭീഷണിയിലാണ് എന്ന ഒരു ചിന്ത വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു.
ഇസ്ലാമിനെതിരെ എല്ലാവരും രംഗത്തിറങ്ങും. നമ്മൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രചാരകർ. അടുത്ത കാലത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ഈ വൈകാരികമായ പ്രചരണങ്ങളിൽ ഇപ്പൊ അടുത്തു വരുന്ന ഹോളണ്ടിൽ 786 എന്നൊരു സിനിമ വന്ന് പ്രവാചകനെതിരെ ഏറ്റവും ക്രൂരമായിട്ട് ഒരു സിനിമ വന്നു. നിങ്ങൾ എന്തു ചെയ്തു എന്ന് നിങ്ങളോട് അല്ലാഹു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല. ഞാൻ അയച്ച ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞെടുത്തു, നമ്മൾ എന്താണ് റസൂല് എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കാരണം റസൂലിനെ കുറിച്ചിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചതുകൊണ്ട് ഇനി കൂടുതൽ നന്നായി റസൂലിനെ പിൻപറ്റാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തു എന്നതാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് അയച്ച ആൾക്കാർക്കൊക്കെ ഞാൻ തിരിച്ചയച്ചിരുന്നു. വൈകാരികമായിട്ട് ഇംഗ്ലീഷിൽ പ്രവാചകനെ കുറിച്ച് ഒരു സിനിമ വന്നു. അത് അറബിയിൽ 1 വർഷം കഴിഞ്ഞ് അറബിയിലേക്കും ഉറുദുവിലേക്കും വിവർത്തനം ചെയ്തതിനു ശേഷമാണ് അഫ്ഗാനിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും വളരെ വലിയ പ്രതിഷേധങ്ങൾ. മുസ്ലിങ്ങളും മുസ്ലിം പ്രതിഷേധക്കാർ, മുസ്ലിം പട്ടാളക്കാർ, അങ്ങോട്ട് പോലീസുകാർ വെടിവെക്കുക, കൊല്ലുക, മരിക്കുക, നമ്മൾ പ്രതിഷേധം നടത്തുക. ഇത് ഒരു സമൂഹത്തിന്റെ ഒരു ചിത്രമായി മാറും. നമ്മൾ വൈകാരികമായി ഏറ്റവും വലിയ പ്രതികരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിക സമൂഹം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൊന്നുമല്ല. ഇസ്ലാമിക സമൂഹം ഇസ്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൊന്നല്ല. ഇതർ ഡൂബെ ഉദർ നിക്കലെ, ഉദർ ഡൂബെ ഇതർ നിക്കലെ. അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും. ഹർ ഇസ്ലാം ജിന്ദ ഹോത്താ ഹെ ഹർ കർബലെ കെ ബാദ്. ഓരോ കർബലകൾക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇതിനേക്കാളും വളരെ മോശമായ ഒരു സാഹചര്യം മുസ്ലിം ലോകത്ത് നിലവിലുണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് 1490-കളിൽ 800 വർഷത്തെ ഭരണത്തിന് ശേഷം ഇസ്ലാമിക സമൂഹം ആട്ടിയോടിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ദാരുണമായ അവസ്ഥയുടെ 10,000-ൽ പോലും ദുരന്തങ്ങൾ മുസ്ലിം സമൂഹം അനുഭവിക്കില്ല ചരിത്രം പഠിക്കുമ്പോൾ. 1258-ൽ 5 നൂറ്റാണ്ടുകാലത്ത് അബ്ബാസിയ ഭരണകാലത്തിന്റെ അവസാനം മംഗോളിയ എന്ന് പറയുന്ന ഇന്നും ലോകത്ത് അപ്രസക്തമായ ഒരു രാജ്യത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ചെങ്കിസ് ഖാനും പടയാളികളും വളരെ മോശമായും വളരെ ഹീനമായും വളരെ ക്രൂരമായും ബഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കുകയും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, 100 കണക്കിന് ഗ്രന്ഥപ്പുരകൾ തീയിട്ട് നശിപ്പിക്കുകയും ഗ്രന്ഥങ്ങൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളിൽ ഒതുക്കുകയും അവരുടെ പട്ടാളത്തിന്റെ കുതിര കുടമ്പടികളോളം മുസ്ലിമിന്റെ രക്തം ചാലിട്ടൊഴുകുകയും ചെയ്ത ദാരുണമായ അക്രമ സംഭവങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളൊന്ന് യൂട്യൂബില് മോശങ്ങളൊക്കെ കാണാൻ മാറ്റിവെച്ച് എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത് എന്നുള്ള യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടാൽ മതി. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇസ്ലാം അപ്പൊ ഏറ്റവും വലിയൊരു ഡേഞ്ചറിലാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. പ്രശ്നം, ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സംഗതിയാണ്. നമ്മൾ ഈമാനിന്റെ ആളുകളാവുക, നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിക്കുക, വൈകാരികമായി പ്രതികരിക്കുകയല്ല, വളരെ ക്രിയാത്മകമായും ബുദ്ധിപരമായും ആലോചിച്ചും ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. അതിലൊരുപാട് തരത്തിലുള്ള പ്രതീക്ഷകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കൂട്ടത്തില് ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവിടെ വന്നത് ഷാർജ ബുക്ക് ഫെയറിനാണ്. അതിന്റെ കൂടെ നമ്മൾ ഹാദിയ ബുക്ക് പ്ലസിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു 4 പുസ്തകങ്ങൾ, മഹാനായ ചെറുശ്ശേരി സാഹിന്റെ ഒരു ആത്മകഥ, ഒരു ബയോഗ്രഫി, ജീവചരിത്രം, അറിവ് തണലൊരുക്കിയ കാലം എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ ബഹാദുർ സാഹിന്റെ യാത്രകളുടെ ഒരു പുസ്തകം, അതുപോലെ ഹംസ യൂസുഫിന്റെ ബഹുസ്വര സമൂഹത്തിൽ, ഞാനത് പറയാൻ തോന്നുമ്പോഴാണ് ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത്, ഒരുപാട് തരത്തിലുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള ഹംസ യൂസുഫ്, അമേരിക്കൻ ഇസ്ലാമിക പണ്ഡിതനായ, പാരമ്പര്യ പണ്ഡിതനായ ഹംസ യൂസുഫിന്റെ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, അതുപോലെ തന്നെ സിൻസാർ ലഖൂദവിയുടെ പ്രഭാഷണങ്ങൾ പുസ്തക രൂപത്തിലാക്കിയത്, 4 പുസ്തകങ്ങൾ ഇവിടെ കൗണ്ടറിൽ 50 ദിർഹംസിന് ഒന്നിച്ച് നിങ്ങൾക്ക് വാങ്ങാം. ഓരോ ആളുകളും അത് കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായി ഓർത്തുകയാണ്. ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് വൈകാരികമായ പ്രതികരണങ്ങളല്ല. സ്വാഭാവികമായും ഈ ഉമ്മത്തിന് ക്രിയാത്മകമായി ക്ഷമയോടെ, വമാ യുലഖ്ഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖ്ഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, ക്ഷമയോടെയും സഹനത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് എന്താണ് വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിനപ്പുറം ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം ദാറുൽ ഹുദയുടെ ഉദവികളുടെ ഒരു മദ്രസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ച പശ്ചിമ ബംഗാളിലെ ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിലെ ഒരു ജില്ലയായ, മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ 24 പർഗാനാസിൽ ഒരു വലിയ 1300ഓളം വരുന്ന എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ ഒരു സോഷ്യൽ ലീഡർഷിപ്പ് കോൺഫറൻസിൽ പങ്കെടുത്തപ്പോ, അത്രയും വലിയ മുസ്ലിമീങ്ങൾ ഒരു കോൺഫറൻസിന് ഒരുമിച്ച് കൂടുന്നെന്നറിഞ്ഞപ്പോ കൽക്കത്തയിൽ നിന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെയും നാഷണൽ ഇന്റലിജൻസ് ബ്യൂറോയുടെയും ഒക്കെ വളരെ പ്രമുഖരായ ചില സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ ഒരു വാഹനം നിറച്ച് ഈ പരിപാടിയിൽ വരികയും ആദ്യം മുതൽ അവസാനം സലാത്തിലുള്ളവരെ മുഴുവൻ കേൾക്കുകയും ചെയ്തതിനു ശേഷം സംഘാടകരെ വിളിച്ചിട്ട് അവർ പറഞ്ഞത്,
അതിലത്തെ സീനിയർ ഓഫീസർ പറഞ്ഞത് 30 വർഷമായി ഞാൻ സൈന്യത്തിൽ ഞാൻ സെക്യൂരിറ്റി ഏജൻസിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നത് കാണുന്നത്. നിങ്ങൾ ഓരോ താനന്റെ കീഴിലും ഓരോ പോലീസ് സ്റ്റേഷന്റെ കീഴിലും നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ നടത്താൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസപരമായി എംപവർ ചെയ്യാം, മതപരമായി ബോധം നൽകുക. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സെക്യുലർ സമൂഹം വിദ്യാഭ്യാസത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന ആസാമിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഏത് സ്ഥലത്തും വിദ്യാഭ്യാസപരമായി ഭരണകൂടങ്ങളെ സമീപിക്കുമ്പോൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുമ്പോൾ, കളക്ടർമാരെ സമീപിക്കുമ്പോൾ അമുസ്ലിങ്ങളായ ഹൈന്ദവരായ സഹോദരന്മാർ എന്തൊരു താല്പര്യത്തോടെയാണ് അവർ പ്രതികരിക്കുന്നത് അറിയാം. അപ്പൊ ഇന്ത്യയിൽ വിഭജനത്തിന്റെ ഒരു മാനസികാവസ്ഥക്ക് വലിയൊരു കാരണമുണ്ട്. ഹിന്ദു മുസ്ലിമീങ്ങൾ ഗെറ്റോയായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിന് വലിയ കാരണമുണ്ട്. ഈ കലാപം നടന്ന മുസഫർ നഗറിലെ ഒരു ഹൈന്ദവ സഹോദരനെ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഒരു ചെറിയ സംസാരങ്ങൾ, ഞാൻ അതിന് വിശദീകരണങ്ങൾക്ക് മുന്നേ അയാൾ പറഞ്ഞത് 40% മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന മുസഫർ നഗറിലുള്ള ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ പരിചയപ്പെടുന്നത്. ഉത്തരേന്ത്യയിലെ നേതൃത്വം നഷ്ടപ്പെട്ട, ആട്ടിടയന്മാരില്ലാത്ത ആട്ടിൻപറ്റങ്ങളായ ഒരു വലിയ സമൂഹം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ലഭിക്കാതെ നിൽക്കുന്നതിന്റെ പിന്നിൽ, ആ സമൂഹത്തിന്റെ അകൽച്ചകളുടെ പിന്നിൽ, പുരോഗതിയുടെ ഭാഗമായി മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ കാണാത്തതിന്റെ പിന്നിൽ വളരെ ഗൗരവമായ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്കുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് ക്ഷമയോടെയും സഹനത്തോടെയും നല്ല ക്രിയാത്മകമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വഴി. BJP ഭരിക്കുന്ന ജാർഖണ്ഡിൽ നക്സലുകൾ ഏറ്റവും കൂടുതൽ അക്രമം നടത്തുന്ന ജില്ലയിൽ വർഷങ്ങളോളം കൾച്ചറായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സ്കോളർഷിപ്പോടെ IAS പാസ്സായ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന അവിടെ മൈനിങ് കമ്മീഷന്റെ ചെയർമാനാണ്. മുഖ്യമന്ത്രി BJP-കാരനായ മുഖ്യമന്ത്രിയുടെ കൂടെ അടുത്ത് അമേരിക്കയിൽ പോയിട്ട് സന്ദർശനം നടത്തി മൈനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ പ്രസിഡന്റിൽ നിന്ന് ഏറ്റവും നല്ല ഇലക്ഷൻ നടത്തിയ ബെസ്റ്റ് ഇലക്ടറൽ ഓഫീസറായ കളക്ടറുടെ അവാർഡ് വാങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് IAS. നമ്മുടെ ബഹുമാന്യനായ മുഹമ്മദ് അലി ഷിയാബ് IAS ആണ് ഷില്ലോങ്ങിലെ സിക്കിമിലെ അദ്ദേഹം ജോലി ചെയ്യുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച IAS ഓഫീസറായിട്ട് ഇലക്ടറൽ ഓഫീസറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പുരോഗതി മതപരവും ഭൗതികവുമായി ഒരു പ്രശ്നങ്ങളും സൃഷ്ടിക്കാതെ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതരും നമുക്ക് കാണിച്ചു തന്നൊരു മാർഗവത. ഇവിടെ നിസാമുദ്ദീൻ ഔലിയയുടെയും അദ്ദേഹത്തിന്റെ ഗുരുവര്യരായിരുന്ന മഹാനായ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബാബ ഫരീദ്ഗഞ്ച് നസീറുദ്ദീൻ, അതുപോലെ തന്നെ ഖാജ നസീറുദ്ദീൻ, ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കഅക്കി തുടങ്ങി മഹാരഥന്മാരായ ഒട്ടനേകം ആളുകളുടെ മനോഹരമായ ചരിത്രങ്ങൾ, അവരുടെ ദീനീ പ്രബോധന ചരിത്രങ്ങൾ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്, ആ അറിവിന്റെ ചക്രവാളങ്ങളിലേക്ക് ഇവിടത്തെ വിദ്യാഭ്യാസ സമൂഹത്തെ നയിക്കുക, വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം വിചാരപ്പെടുക. ഇന്ത്യയിലെ സയന്റിസ്റ്റുകളായി, ഇന്ത്യയിലെ ആർമി, ഇന്ത്യയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഇന്ത്യയിലെ നല്ല നിപുണരായ ഭരണാധികാരികൾ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു അമുസ്ലിം രാഷ്ട്രീയ നേതാവ് വന്നപ്പോ അദ്ദേഹത്തോട് അവിടുത്തെ കുട്ടികൾ ചോദിച്ചു, ഇന്ത്യയിൽ എന്നാണ് ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഉണ്ടാവുക, ഞങ്ങൾക്കൊരു നല്ല മുസ്ലിം പ്രധാനമന്ത്രിയെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഈ പൊളിറ്റീഷ്യൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളൊരു 4 മുസ്ലിങ്ങളുടെ പേര് പറയും ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാക്കാൻ പറ്റണം. ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാക്കാൻ യോഗ്യതയുള്ള ഒരു 4 മുസ്ലിമിന്റെ പേര് പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. പ്രതികരിക്കാൻ എളുപ്പമാണ്, ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ഇടാൻ എളുപ്പമാണ്. എന്നിട്ട് ബദർ യുദ്ധം നടത്തിയ പ്രതീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി, മുന്നോട്ടുള്ള പ്രയാണം, ക്രിയാത്മകമായി മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ്. അതിനാണ് ഞാൻ ദീർഘിച്ചു പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന APJ അബുൽ കലാം മരിച്ചപ്പോ അതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് മുംബൈ സ്ഫോടനത്തിന്റെ കേസിൽ അറസ്റ്റിലായ യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നത്. ഞാൻ APJ അബുൽ കലാമിന്റെ യഥാർത്ഥ മതവിശ്വാസത്തെക്കുറിച്ചുള്ള അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹം ഇന്ത്യയിലെ ഒരു മുസ്ലിമായി അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിലേക്ക് പോകുന്നില്ല. യാക്കൂബ് മേമൻ മുംബൈ സ്ഫോടന കേസിൽ പങ്കെടുത്തോ ഇല്ലയോ, ആ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം ഇന്ത്യയിലെ സമൂഹത്തിന്റെ മുമ്പിൽ മുംബൈ സ്ഫോടനത്തിന് വേണ്ടിയുള്ള സ്ഫോട വസ്തുക്കൾ, ആയുധങ്ങൾ സമാഹരിച്ച കുറ്റാരോപിതനായി തൂക്കിലേറ്റപ്പെട്ടത്. പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ഹ്യൂമർ വന്നു, ഒരു തമാശ രൂപത്തിലുള്ള ഒരു ചർച്ച വന്നു. ആ ചർച്ചയിൽ പറഞ്ഞത്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന എയർപോർട്ടില്, ഹ്യൂമറാണ്, എയർപോർട്ടില് APJ അബുൽ കലാമും യാക്കൂബ് മേമനും കണ്ടുമുട്ടിയപ്പോ യാക്കൂബ് മേമൻ APJ അബുൽ കലാമിനോട് ചോദിച്ചു പോലും, നമ്മൾ രണ്ടാളും ആയുധം കൊണ്ട കളിച്ച്, ഇയാൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ എന്ന് പറഞ്ഞാല് പാലുടിക്കുന്നല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. ഇന്ത്യയിലെ
ഉണ്ടാക്കിയ അതിന്റെ ഉപജ്ഞാതാവ്, മിസൈൽ ഉണ്ടാക്കിയ ആളാണ് APJ അബ്ദുൽ കലാം. ആയുധം ഇയാൾ മുംബൈ സ്ഫോടനം. നമ്മൾ രണ്ടാളും ആയുധം കൊണ്ടാണ് കളിച്ചത്. എന്നെ തൂക്കിക്കൊന്നു. നിങ്ങൾ മരിച്ചപ്പോ ഇന്ത്യയിലെ ഏറ്റവും വർഗീയവാദിയായി ആരോപിക്കപ്പെടുന്ന പ്രധാനമന്ത്രി പോലും എല്ലാ ഷെഡ്യൂളുകളും മാറ്റിവെച്ച് രാമനാഥപുരത്ത് ഒരു തലക്ക വന്നിട്ട് നിങ്ങളുടെ തലക്ക് മുന്നിൽ വന്ന് ആദരാജ്ഞകൾ അർപ്പിച്ചു. എന്താ വ്യത്യാസം എന്ന് വെച്ചപ്പോ ഞാൻ നിയമപരമായിട്ടാണ് കളിച്ചത്. ഇന്ത്യയിൽ നിയമപരമായി ഇന്ത്യയിലെ ഭരണഘടന ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് മറ്റു സമൂഹത്തോട് ഒരു സമൂഹത്തിന്റെയും അവകാശങ്ങൾ ഹനിക്കാതെ നല്ല ലോയേഴ്സ്, നല്ല ചരിത്രകാരന്മാർ, കഷ്ടകാലത്തിന് A+ കിട്ടിയ മുഴുവൻ കുട്ടികളെയും പാലായിലും PC തോമസിന്റെ അടുക്കലും യൂണിവേഴ്സലും ബാബയിലും കൊണ്ടുപോയി കഷ്ടപ്പെടുത്താതെ നല്ല ചരിത്രകാരന്മാരെ ഉണ്ടാക്കുക, നല്ല എക്കണോമിസ്റ്റുകളെ ഉണ്ടാക്കുക, നല്ല സോഷ്യൽ സയന്റിസ്റ്റുകളെ ഉണ്ടാക്കുക, നല്ല വിദ്യാഭ്യാസ വിദഗ്ധരെ ഉണ്ടാക്കുക, നല്ല ഭരണാധികാരികൾ ഇന്ത്യയിലെ വ്യത്യസ്തമായ ഭരണ മേഖലകളിലേക്ക് കടന്നു പോകാവുന്ന, ഇന്നും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട വഴിയിലേക്ക് കടന്നു പോകാവുന്ന, വിവിധ സമൂഹങ്ങൾക്ക് ആളുകളെ കാണിച്ചു കൊടുക്കാവുന്ന ആ ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ എംപവർമെന്റിന് വേണ്ടി നമ്മൾ സജ്ജരാവുക. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നവോത്ഥാനത്തിന്റെ പദ്ധതി അതാണ്. പ്രതിഷേധം പറയുന്നത് നമുക്കിതിൽ ഇത്ര വലിയ ഒരു സംഘം ഇവിടെ എതിർക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പുരോഗതിക്ക് ഇന്ത്യയിലെ ബഹുസ്വര സമൂഹം പിന്തുണ നൽകുന്ന ആ ഒരു പദ്ധതിക്ക് കാത്തിരിക്കേണ്ടി വരും. 17ഉം 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ അടിച്ചോടിക്കപ്പെട്ട ലോസ് ആഞ്ചലസിലെ സ്കിർബാൾ ജൂയിഷ് കമ്മ്യൂണിറ്റി സെന്ററിൽ, ജൂത സമൂഹത്തിന്റെ ചരിത്രം പറയുന്ന കമ്മ്യൂണിറ്റി സെന്ററിലെ ഒരു വാൾപേപ്പറിൽ അവരുടെ ഓരോ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, യൂറോപ്പിൽ ജൂതന്മാരുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് 1492 അവസാനിച്ച സ്പെയിനിലെ മുസ്ലിം ഭരണകാലത്ത് മാത്രമാണ്. ജൂതന്മാർ നല്ല നിലക്ക് ജീവിച്ചത്. ബാക്കിയൊക്കെ പേഴ്സിക്യൂഷൻ ആയിരുന്നു, അതിക്രമമായിരുന്നു. ജൂതന്മാർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതേ ജൂതന്മാർ ഇന്ന് മീഡിയ നിയന്ത്രിക്കുന്നു, ബാങ്കിംഗ് നിയന്ത്രിക്കുന്നു, ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നു, ആയുധ വിപണനങ്ങൾ നിയന്ത്രിക്കുന്നു. എന്തിന്? മലപ്പുറം ജില്ലയിൽ ഒരു പച്ചക്കറി നടേണ്ടത് ഏത് രീതിയിലാണെന്ന് ആലോചിക്കുമ്പോൾ ഇസ്രായേലി ടെക്നോളജി കൊണ്ടുവരണമെന്നുള്ള ആലോചനയും ചർച്ചയും വരുന്നതുവരെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ്, ഒരു രാഷ്ട്രത്തിന്റെ ഗ്ലോബൽ നിലനിൽപ്പ് നിയന്ത്രിക്കുന്നു. ന്യൂനപക്ഷമായതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിം സമൂഹവും പരാജയപ്പെട്ടിട്ടില്ല. കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തൻ കതീറ. ന്യൂനപക്ഷം എന്നത് പരാജയത്തിനുള്ള ഒരു കാരണവുമല്ല. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ സ്വഭാവം ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നമ്മുടെ ഈ ദീനിനെ പുലുകുന്നത്? ഹറാമിന്റെ പൈസ പോക്കറ്റിലിട്ട് ഇറച്ചിക്കടയുടെ മുന്നിൽ ചെന്ന് ഹലാൽ ഇറച്ചി കിട്ടോ എന്ന് ചോദിക്കുന്ന ഒരു മുസ്ലിമിന്റെ ചിത്രത്തിൽ നിന്ന് മാറി യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് മാറുന്നതാണ് ഈ ക്ഷുഭിതമായ ഭീതിതമായ ഒരു കാലം എന്ന് പറയുന്നിടത്ത് മുസ്ലിമിന്റെ മുന്നോട്ടുള്ള വഴി ഏക സിവിൽ കോഡ് കേവലമായ പുകമറ മാത്രമാണ്. ക്ഷമയോടെ നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഇന്ത്യയുടെ നിർമ്മാണത്തിന് പങ്കുകൊള്ളാവുന്ന, വ്യത്യസ്തമായ ഭരണ മേഖലയിലേക്ക് കടന്നു ചെല്ലാവുന്ന, ക്ഷമിച്ചും സഹിച്ചും ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ സൃഷ്ടിക്കുക, നല്ല മുസ്ലിമീങ്ങളെ സൃഷ്ടിക്കുക. അവർ നമ്മുടെ രാജ്യത്തിന്റെ പ്രതാപത്തിന്റെ പിന്നിൽ നിൽക്കാവുന്ന ആളുകളെ ഉണ്ടാക്കുക, രീതിയിൽ ഇന്ത്യയിൽ പ്രസൻസ് തെളിയിക്കുക. അതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. ഈ ഏക സിവിൽ കോഡ് ഭീഷണിപ്പെടുത്തുമ്പോൾ ചിന്തയിലേക്കാണ് പോകേണ്ടത്.